ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുന്നുണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമായി തന്നെയാണ് തുടരുന്നത്. നിരവധി അയ്യപ്പ ഭക്തരാണ് മഴ വലിയൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. മഴ എങ്ങനെയുണ്ടായിരുന്നു? മഴ ഒരു ബുദ്ധിമുട്ടാണ്. മഴ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നേരത്തെ കയറാൻ കഴിഞ്ഞായിരുന്നു നിങ്ങൾക്ക്? കുഴപ്പമില്ല. ഒരു മണിക്കൂർ പമ്പയിൽ നിന്ന് ഞങ്ങൾ കരിമല വഴി വരുന്നവരാ. 2 ദിവസം നടന്ന് കരിമല. കൂടുതൽ ആളുകൾ നടന്നു വരുന്നുണ്ടോ? ഞങ്ങൾ 9 പേര് നടന്നു വന്നവരാ. പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നടക്കുന്നതിലൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല. മാക്സിമം ഒരു അരമണിക്കൂറേ ഉള്ളൂ. സുഗമമായ ദർശനമാണ് ഓരോ അയ്യപ്പ ഭക്തർക്കും സാധ്യമാകുന്നത് എന്ന് അവർ വ്യക്തമാക്കുന്നു. ഇത് പരമ്പരാഗത പാത വഴി നടന്നു വന്ന അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. പരമ്പരാഗത പാത വഴിയും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആദ്യ ദിവസങ്ങളിൽ വലിയൊരു തിരക്ക്, വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് തിരക്ക് നിയന്ത്രണ വിധേയമാകുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. പമ്പ വഴിയാണോ വന്നത്? എങ്ങനെയുണ്ടായിരുന്നു? തിരക്കുണ്ടായിരുന്നു? തിരക്ക് കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. ഇല്ല 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 ഇവിടെ 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 തണുപ്പന്തിൽ എത്തിയപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. മഴ കുറച്ച് മഴയില്ലായിരുന്നു, ചാറി ചാറി നിൽക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. തന്നെയാണ് മഴ ഒരു ബുദ്ധിമുട്ട് ചെറിയ തോതിൽ അയ്യപ്പ ഭക്തർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം പമ്പയിൽ നിന്നും കൂടുതൽ അയ്യപ്പ ഭക്തർക്ക് കയറി വരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് മഴ മൂലം ഉണ്ടാകുന്നത്. എന്തുതന്നെയായാലും ശബരിമലയിൽ കഴിഞ്ഞ ദിവസം തന്നെ 79,000-ഓളം അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്തിയത്. എല്ലാ ദിവസം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് അയ്യപ്പ ഭക്തർ എത്തിയത് ഇന്നലെയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. സ്പോട്ട് ബുക്കിംഗ് വഴിയും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇന്നലെ സന്നിധാനത്തേക്ക് എത്തി. അത് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിയത് ഇന്നലെയാണ്. 10,000-ഓളം അയ്യപ്പ ഭക്തർ ഇന്നലെ സന്നിധാനത്ത് സ്പോട്ട് ബുക്കിംഗ് വഴി തന്നെ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെ 3-അംഗ സമിതിയുടെ നേതൃത്വത്തിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങും ഒപ്പം തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്കും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ സ്പോട്ട് ബുക്കിങ്ങിന് അനുമതി നൽകുന്നത്. നിലവിൽ അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം തന്നെ ശബരിമലയിൽ സാധ്യമാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ്. കൂടുതൽ നടപടികളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയുമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചാൽ തന്നെ അവ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയന്ത്രണങ്ങൾ ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും ചേർന്ന് രൂപം നൽകിയിട്ടുണ്ട്. അതുപ്രകാരമാണ് ഇപ്പോൾ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം തുടരുന്നത്.